എല്ലാവർക്കും ശിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ കടച്ചക്ക ചെമ്മീൻ തീയലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. അപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ, അതുപോലെ തന്നെ കടച്ചക്ക, നാളികേരം, ഉള്ളി, ചെറുള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ വെളുത്തുള്ളി, പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം നമ്മുടെ പുളി ഉണ്ടല്ലോ, അതായത് കോൽപ്പുളി, അതൊന്ന് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ചെരുകിയ നാളികേരം എടുത്തിട്ടുണ്ട്. അത് ദേ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കഷ്ണം ചെറുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും, ഇത് ഇത്രയും കുരുമുളക് എടുത്താൽ മതി. ഇതൊക്കെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ദേ ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയ്ക്ക് പകരം ചെറുള്ളി ഇതേ ഒരു 10-12 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞു മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് കോൽപ്പുളിയാണ്. അപ്പോൾ ഇതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള സൈസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇളം ചൂടുവെള്ളം ഇത്തിരി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പുളിവെള്ളമാണ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിതൊരു മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കണം. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ കറിവേപ്പില ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു നല്ല രീതിയിൽ ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ആദ്യം തന്നെ കടച്ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ, ഈ പുളിവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ദേ നമ്മുടെ കടച്ചക്കയും ചെമ്മീനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഈ അരപ്പും കൂടി കിടന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ചാറ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചെമ്മീൻ കടച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ആണെങ്കിൽ കടച്ചക്കയൊക്കെ
വളരെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.